ദേവസ്വം ഭൂമി ഏറ്റെടുത്തതിലെ നഷ്ടപരിഹാര വിഹിതം സർക്കാർ നേരിട്ട് കൈപ്പറ്റിയ സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി നൽകി. 27 കോടിയോളം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സർക്കാർ നൽകണമെന്നാണ് ആവശ്യം. ദേശീയപാത അതോറിറ്റി സ്ഥലം ഏറ്റെടുത്ത വകയിലുള്ളതാണ് തുക. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചിരികാട്. രേഷ്മ, ജനം TV ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു വിഷയത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ദേവസ്വം ഭൂമി ഏറ്റെടുത്തതിന്റെ ഒരു നഷ്ടപരിഹാര തുക എന്നുള്ള രീതിയിൽ 27 കോടിയോളം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകുന്നതിന് പകരം NH അതോറിറ്റി കൈമാറിയത് സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് VSP ഹർജി നൽകിയിരിക്കുന്നത്. ഈ 27 കോടിയോളം രൂപ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം 17ഓളം ക്ഷേത്രഭൂമി NH ദേശീയപാത അതോറിറ്റി അതിന്റെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അതിന്റെ നഷ്ടപരിഹാര തുകയാണ് ഈ 27 കോടിയോളം രൂപ. അത് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് മുഖാന്തരമാണ് കൈമാറിയിട്ടുള്ളത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VSP ഹർജി നൽകിയിരിക്കുന്നത്. ഈ 27 കോടിയോളം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സർക്കാർ തിരികെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇനി ഈ ഇത്തരത്തിൽ NH അതോറിറ്റി റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന പക്ഷം ആ നഷ്ടപരിഹാര തുക നേരിട്ട് തന്നെ ദേവസ്വം ബോർഡിനെ കൈമാറേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ടും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാധാരണ രീതിയിൽ ഇത്തരം ഒരു നിയമവിരുദ്ധതയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ധനകാര്യ വകുപ്പിലേക്ക് ഈ പണം പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ആ പണം ആവശ്യപ്പെട്ട് അപേക്ഷയൊക്കെ നൽകേണ്ടതാണ്. പക്ഷേ ആ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ ധനകാര്യ വകുപ്പിലേക്ക് ഈ പണം എത്തുകയും അത് പിന്നീട് ദേവസ്വത്തിന് കൈമാറുകയും ചെയ്യാമെന്നുള്ളൊരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് നിയമവിരുദ്ധമാണെന്ന് ഈ ഹർജിയിൽ VSP ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വിവരാവകാശ രേഖയുടെ അതിന്റെ മറുപടി നൽകിയത് പ്രകാരമാണ് 27 കോടിയോളം രൂപ ഇത്തരത്തിൽ സർക്കാർ ഖജനാവിൽ ദേവസ്വത്തിന്റെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞിട്ടുള്ളത്. ഈ 27 കോടി രൂപയിൽ യാതൊരു അവകാശവാദവും ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതാണ് VSPയുടെ ആവശ്യം. അടുത്ത ദിവസം തന്നെ ഈ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിച്ചേക്കും. സുരേഷ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.